ഇത്രയും വർഷം ഇതിന്റെ ട്രോമയിൽ കൂടെ കടന്നു പോയിട്ട് ഇത് ഇത്രയും വലിയ സീരിയസ് കാര്യമാണോ എന്ന് പോലും ഇന്നാണ് ശരിക്കും ഞങ്ങൾക്കൊരു റിയാലിറ്റി ഉണ്ടാകും. ആസ് എ ഫോമർ ഡെന്റൽ സ്റ്റുഡൻറ്റ് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇത് 101% കറക്റ്റ് ആണെന്നുള്ളത്. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നിട്ടാണ് നമ്മളൊരു ഡെന്റിസ്റ്റായി മാറുന്നത്. ഒരു മാർക്കിന് പൊട്ടിക്കുന്ന യൂണിവേഴ്സിറ്റി, തീർത്താ കോട്ട, എക്സാമിൻ്റെ അന്ന് പേഷ്യൻ്റ് വരാതിരിക്കുക, നമ്മളൊരു ദിവസം ലീവ് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കോട്ട ഡബിൾ ആക്കുക, എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സൈൻ അങ്ങോട്ട് വെട്ടിക്കളയുക. പിന്നെ ഞാനീ കണ്ട പല വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിലും കണ്ടു നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ റിയാക്ട് ചെയ്തില്ല. നമ്മൾ റിയാക്ട് ചെയ്താൽ നമുക്ക് ഇൻറ്റേർണൽ മാർക്കില്ല, നമുക്ക് വൈവയ്ക്ക് മാർക്കില്ല, നിങ്ങൾ ആ ഇയർ വേണമെങ്കിൽ ഒരു 4-5 വർഷം കൊണ്ട് ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. കേസ് ഇതൊന്നും ചെയ്യാതെ അവരെ നമ്മൾ ഇൻറ്റേർണൽ മാർക്കൊക്കെ തന്ന് നമ്മൾ എക്സാമിന് കൊണ്ട് ഇരിക്കുമെന്ന് വെച്ചു. ഈ വരുന്ന എക്സ്റ്റേണൽ ഒന്നേ അവരുടെ സീനിയർ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ജൂനിയർ ആയിരിക്കും, അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും, ഇല്ലെങ്കിൽ അമ്മൂമ്മയുടെ നാത്തൂൻ്റെ മക്കളോ എന്തെങ്കിലും ഒരു ബന്ധം കാണും. അവർ പൊട്ടിച്ച് നമ്മളെ സൈഡിലോട്ട് അങ്ങ് ആ സമയത്ത് നമ്മുടെ ആ പ്രൊഫസേഴ്സിൻ്റെ ഒരു ചിരി കാണും, നിന്നെക്കൊണ്ടൊന്നും ആവില്ലടാ. ഈ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും അവർക്ക് നമ്മളോടുണ്ടാകും. ഇതൊക്കെ പോരാത്തതിന് ബോഡി ഷേമിങ്, സ്ലഡ് ഷേമിങ്, ലോകത്തില്ലാത്ത ഷേമിങ് എല്ലാം നമ്മുടെ മണ്ടയ്ക്ക് വന്നിട്ട് നമുക്ക് ട്രോമ ഉണ്ടാക്കി തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് അങ്ങ് നശിപ്പിച്ചില്ലാണ്ടാക്കി കളയും. ആ ടോക്സിക് ബിഹേവിയർ നമ്മുടെ മണ്ടയ്ക്ക് അടിച്ചേൽപ്പിച്ച് നമ്മൾ പോലും അല്ലാണ്ടങ്ങ് ആക്കും.